ഞാനിപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ പൊന്നേമാന്മാരെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പം സോളാർ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും, ചിലപ്പം ജനറേറ്റർ ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഈ സംഭവം ഒന്നുമില്ല. ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയമാണ് ഈ കറണ്ട് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം. രാവിലെ മുതൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയം മുതൽ കറണ്ട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ല, വീട്ടിൽ വെള്ളമില്ല, മോട്ടറടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കുട്ടികളെ പറഞ്ഞു വിടാൻ നമുക്ക് സ്കൂളിൽ പോകാൻ ആ സമയത്തെല്ലാം കറണ്ട് കട്ടിങ് ആണ്. പിന്നെ നമുക്ക് ഒരു കാര്യങ്ങൾക്കും ഇവിടെ ഒരു ഇതും നമുക്ക് ഒന്നും കിട്ടുന്നില്ല. വീണ്ടും ഇപ്പം തണ്ട കറണ്ട് വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ എത്രാമത്തെ തവണയാണ് പോകുന്നതെന്നറിയാം? ഒരു 5 തവണയായി കറണ്ട് കട്ടായി ആവുന്നുണ്ട്. ഒരു 5 തവണ കറണ്ട് കട്ട്, 1 അല്ലെങ്കിൽ 2. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ കറണ്ട് കട്ടിങ്? ഇത് നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, പക്ഷെ ഇത് ഭരണം വളരെ മോശമാണ് കേട്ടോ, വളരെ മോശം. കാരണം കുട്ടികളെ ഇരുന്ന് പഠിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഏമാരെ ഈ കറണ്ട് ഈ കട്ടായി പോകുന്നത്. എന്റെ കുട്ടി പഠിക്കാനിരുന്നപ്പോ തന്നെ വീണ്ടും പവർ കട്ടായി. പിന്നെ ഞങ്ങൾ എന്താ സംസാരിക്കുന്നത്? ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ കറണ്ട് വന്നപ്പം എടുത്തു വെച്ചതാണ് ചോറ് കഴിക്കാൻ. വീണ്ടും കറണ്ട് പോയിട്ട് പിന്നെയും വന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാതിരുന്നപ്പം കറണ്ട് വന്നല്ല ആശ്വാസം ഒന്നും പറഞ്ഞു വന്നിരുന്നപ്പം വീണ്ടും കറണ്ട് കട്ട്. അപ്പം ഞങ്ങൾ ഒന്നും ചെയ്യണ്ടേ? ഇനിയിപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യണം? ഞങ്ങൾ ഇവിടെ സംസ്ഥാനം വിറ്റ് ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് അങ്ങനെയൊക്കെ പോകേണ്ടി വരുമോ? എന്തായാലും ഞങ്ങളുടെ അവിടെ സോളാർ സിസ്റ്റവും ജനറേറ്ററും ഒന്നുമില്ല. ഞങ്ങൾ ആകെപ്പാട് അത്താണികളാണ്. ഞങ്ങൾക്ക് ഉള്ള കഞ്ഞി കുടിച്ച് ഒരു ദിവസം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം. ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾ കട്ടാക്കിക്കോ. അത് സമയം യഥേഷ്ടം വെച്ച് കട്ടാക്കുക. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത് ഒരു ദിവസം തന്നെ ഒരു 4-5 തവണയാണ് ഈ കറണ്ട് കട്ടാവുന്നത്. നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോ ഓണപരീക്ഷ വരികയാണ്. ഇനി ഞങ്ങള് വീണ്ടും ഞങ്ങളെ ദുരിതത്തിലാക്കരുത്. പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങളാണ് ഇവിടെ അനുഭവിക്കുന്നത് കേട്ടോ.